നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭീകരമായ ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ്. ഈ കഴിഞ്ഞിടെ കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു യുവാവ് തൻ്റെ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു മകൻ തൻ്റെ അച്ഛനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ആക്രമണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ആക്രമണം. ഇമോഷൻസിൽ നിന്ന് ഇത്രയും ഡിറ്റാച്ച്ഡായി വയലൻസിനെ ആഘോഷിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ കൊലപ്പെടുത്താൻ സാധിക്കുക? ഒരു മനുഷ്യൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പലപ്പോഴും അതിന് ആൻസർ ആയിട്ട് വരാറുള്ള കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് ലഹരി എന്നുള്ളത്. ഞാൻ ബിനുഷ, അബ്സല്യൂട്ട് മെൻ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഈവൻ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും നമുക്ക് നല്ലൊരു സുഖം അനുഭവപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഡൊപ്പമൈൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ റിലീസ് ആവുന്നത് കൊണ്ടാണ്. നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഡൊപ്പമൈൻ്റെ അധികമായിട്ടുള്ളൊരു റിലീസ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഈ അധികമായിട്ടുള്ളൊരു സുഖത്തിലാണ് നമ്മൾ അഡിക്റ്റഡ് ആയി പോകുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അതിന് മുന്നേ സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരുന്ന ബാക്കി എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും നമ്മൾ ചുരുങ്ങി നമ്മുടെ ജീവിതം ഈ ലഹരിയിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതായിട്ടാണ് ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ കാണാറുള്ളത്. ലഹരിയുടെ ഉപയോഗം ഇപ്പോഴത്തെ കാലത്ത് വളരെ കൂടുതലാണ്. നിങ്ങളുടെ മക്കളോ സുഹൃത്തുക്കളോ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് പറയുക. നല്ലൊരു സൈക്കോളജിസ്റ്റിനെ നേരിട്ട് കണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവട്ടെ. താങ്ക് യു.